ഇവിടെ തുഫാൻ ഷീൽഡ്, അടുത്ത ഘട്ടമാണ് തുഫാൻ ഷീൽഡ്. അതുകൊണ്ട് ഉദ്ഘാടനം ചെയ്യപ്പെടും. എന്താണ് തുഫാൻ ഷീൽഡ്? എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പദ്ധതി? ഞാനത് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു റൂറൽ എസ് പി പങ്കുവെച്ച ഒരു സത്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ തുറന്നു പറയട്ടെ. മയക്കുമരുന്നിനെ കുറിച്ചും അതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളെ സംബന്ധിച്ചുമുള്ള കൃത്യമായി അറിവുള്ള ഒരു നഴ്സ് ഒരു സ്ത്രീ എസ് പി ഓഫീസിലെത്തി പരാതി പറയാൻ. അവർ വന്നത് അവരുടെ പരാതികൾ പറയാനാണ്. ചെറുപ്പക്കാരിയാണ്, കൂടിയാൽ 40 വയസ്സ് പ്രായമുണ്ടാവും. പ്രണയ വിവാഹമായിരുന്നു. വീട്ടുകാരെ എതിർത്തതോടെ ഒറ്റയ്ക്ക് ജീവിക്കാൻ ആരംഭിച്ചു. യുവതി നഴ്സായി ഒരു സ്വകാര്യ ആശുപത്രിയിൽ ജോലിക്ക് കയറി. എന്നാൽ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് വളരെ എളുപ്പത്തിൽ അവർ ലഹരിയുടെ വഴിയിലെത്തപ്പെട്ടു. ഭർത്താവിനും അവർ ലഹരി കൊണ്ടുവന്ന് നൽകി. ഇരുവർക്കും ഈ ജീവിതമുള്ളിലെ ഒരു ആഘോഷമായി തോന്നി. അവർക്ക് മക്കളുണ്ടായി. മക്കളെ അവർ വളർത്തുന്നു. ജോലിക്കിടെ പരിചയപ്പെട്ട ആളുകളാണ് അവർക്ക് ലഹരി നൽകിയത്. ഒടുവിൽ ഈ ദമ്പതികൾ MDMA പോലുള്ള മാരക രാസലഹരിയുടെ അടിമകളായി കാരിയേഴ്സായി മാറി. ഭാര്യ ആശുപത്രിയിലും ഭർത്താവ് പുറത്തും ലഹരിയുടെ ഇടപാടുകൾ നടത്തി. വൈകാതെ അവരുടെ ജീവിതം പൂർണ്ണമായി തകർന്നു. കാര്യങ്ങൾ കൈവിട്ടുപോയി. ആരോഗ്യം ക്ഷയിച്ചു. ജോലിക്ക് പോകാൻ കഴിയാതെയായി. ജോലി പോയി. മുഖം കോടി, പല്ലുകൾ കൊഴിഞ്ഞു, ജരാതരകൾ ബാധിച്ചു. മക്കൾ കൗമാരത്തിലെത്തി. ഇതോടെ ഈ വഴിയിൽ നിന്ന് പിന്തിരിയാൻ അവർ ശ്രമിച്ചു. അപ്പോൾ ലഹരി മാഫിയ അവരെ പിന്തുടർന്നു. ഭീഷണിയായി. നാട്ടുകാരിടപെട്ട് അവരെ ഡി അഡിക്ഷൻ സെന്ററിൽ എത്തിച്ചു. മക്കളെ ഒരു ചൈൽഡ് ഹോം ഏറ്റെടുത്തു. ചികിത്സ കഴിഞ്ഞ് പുറത്തിറങ്ങി. നഴ്സ് പുറത്തിറങ്ങി. പക്ഷെ ഭർത്താവ് ഇപ്പോഴും ഡി അഡിക്ഷൻ സെന്ററിൽ ചികിത്സയാണ്. എങ്ങോട്ട് പോകണമെന്നറിയില്ല. എന്നറിയാതെ വീട് മാറി മാറി താമസിച്ചു. വീടുകൾ വാടകയ്ക്ക്. എന്നാൽ പഴയ ആളുകൾ, ലഹരി മാഫിയയുടെ ആളുകൾ കണ്ടുപിടിച്ച് അവരെ ശല്യം ചെയ്യാൻ തുടങ്ങി. മാഫിയ പിന്തുടർന്നോടെ താമസിക്കാൻ വീട് കിട്ടാതായി. ഒഴിഞ്ഞ വീടുകളിൽ ആരോരും അറിയാതെ പോയി താമസിക്കാൻ തുടങ്ങി. എവിടെ പോയാലും വിറകണമെന്നും ഭീഷണിയും ശല്യവുമായി. അവർക്ക് പേടിയാണ്. മക്കളെ കാണാൻ പോലും ഭയമാണ്. പുറകിൽ ആരോ ഉണ്ടെന്നുള്ള തോന്നലാണ്. അങ്ങനെയാണ് അവർ എസ് പിയുടെ ഓഫീസിലെത്തിയത്. എത്തിയതെല്ലാം തുറന്നു പറഞ്ഞു. സർ, ഞാൻ ജീവിതത്തിലെല്ലാം അനുഭവിച്ചു തീർത്തു. ഇനിയെങ്കിലും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിക്കണം. എന്നെ ഒന്ന് സഹായിക്കണം. സഹോദരി കണ്ണുനീരോട് പറഞ്ഞു. എസ് പി നേരിട്ട് ഇടപെട്ടു. ആ സ്റ്റേഷൻ പരിധിയിൽ അവരുടെ വീടിനടുത്തായി പെട്രോളിംഗ് അനുവദിച്ചു. ഇവർ പറഞ്ഞ ആളുകളെ നിരീക്ഷിക്കുകയും ലഹരിയുടെ കൂടുതൽ ഉറവിടങ്ങൾ കണ്ടെത്താൻ പോലീസ് സഹായിച്ചു. നിരവധി ആളുകളെ അറസ്റ്റ് ചെയ്തു. എസ് പി ഇപ്പോഴും അത് ഫോളോ അപ്പ് ചെയ്ത് പഞ്ചായത്തുമായി സംസാരിച്ച് വീടിന്റെ കാര്യം ശരിയാക്കി കൊടുക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ലഹരിയുടെ ഭവിഷ്യത്തുകളെ കൃത്യമായി പഠിച്ച് രോഗികളെ പരിചരിക്കുന്ന ഒരു നഴ്സ് പോലും ഇതിന്റെ കെണിയിൽപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഈ ലഹരി മാഫിയ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന വിപത്ത് എത്ര വലുതാണ്. ആൺകുട്ടികളെക്കാൾ, അല്ലെങ്കിൽ ഒരു പരിധിവരെ ആൺകുട്ടികളെ പോലെ പെൺകുട്ടികളുടെയും ലഹരി വ്യാപനം വളരെ കൂടുതലാണെന്നാണ് ഏറ്റവും പുതിയ കണ്ടുപിടുത്തം. ഈ ഭീകരത അറിയാവുന്നവർ പോലും ഇതിൻ്റെ ഇരകളായി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ ഒരു വസ്തുത. അവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഗൗരവത്തോടെ ഈ പ്രശ്നത്തെ കാണുന്നത്. ഒരു നഴ്സ് ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ പോലും മയക്കുമരുന്ന് കിട്ടുന്നു എന്ന് വന്നാൽ നമ്മൾ എവിടേക്ക് പോകുന്നു എന്നാണ് ആലോചിക്കുന്നത്. ഇന്നലെ നമ്മുടെ DIG യതീഷ് ചന്ദ്ര എറണാകുളത്ത് കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകുന്ന സ്കൂൾ വാൻ ഉണ്ടല്ലോ, ആ സ്കൂൾ വാൻ മുഴുവൻ പരിശോധിക്കാൻ പറഞ്ഞു ഡ്രൈവർമാര്. 29 ഡ്രൈവർമാർ മദ്യപിച്ചായിരുന്നു സ്കൂൾ വാൻ ഓടിച്ചതെന്ന് കണ്ടെത്തി. പ്രിയപ്പെട്ടവരെ, 29 പേരുടെയും ലൈസൻസ് പോലീസ് ക്യാൻസൽ ചെയ്തു എന്ന് പറയാൻ ഞാനിവിടെ ആഗ്രഹിക്കുന്നു. നമ്മുടെ പിഞ്ചോമന മക്കളെ സ്കൂളിൽ കൊണ്ടുപോകുന്ന വാനിന്റെ ഡ്രൈവർമാർ മദ്യപിച്ച് മതോന്മത്തരായിട്ടാണ് ഈ കുഞ്ഞുങ്ങളെ സ്കൂൾ വാനിൽ കൊണ്ടുപോകുന്നത്. ഓട്ടോറിക്ഷയിൽ 10-18 കുട്ടികളെ കുത്തി നിറച്ചു കൊണ്ടുപോകും.
മദ്യപിച്ചാണ് ഈ ഡ്രൈവർമാർ 29 പേരെ പിടിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ, പേരക്കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്ന, വാഹനം ഓടിക്കുന്നവൻ മദ്യപിച്ചു പോകുന്നു. എപ്പോൾ വേണമെങ്കിലും എവിടെ വെച്ചോ ഏത് ആക്സിഡന്റ് ഉണ്ടാകാം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇന്ന് നമ്മളുടെ സർക്കാർ സംവിധാനം ഈ കാര്യങ്ങളൊക്കെ ശക്തമായ നടപടിയെടുക്കും. ഒരു സംശയം വേണ്ട. സ്കൂൾ ബസിന്റെ ഡ്രൈവർമാർ ഇനിയും ആരെങ്കിലും മദ്യപിച്ച് കുട്ടികളെ കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ അവരുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്യും. അവർ അഴിക്കുള്ളിലാകുമെന്ന് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ നാട്ടിൽ പുതിയ തൊഴിൽ സംരംഭങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ തൊഴിലിടങ്ങളിൽ പ്രവർത്തിക്കുന്നവരുടെ സുരക്ഷിതത്വം കൂടി ഉറപ്പുവരുത്തണം. സർക്കാർ സംവിധാനങ്ങളിൽ ജോലിയിൽ പ്രവേശിക്കുമ്പോൾ ഒരു അഫിഡവിറ്റ് മുതൽ കൊടുക്കുന്ന സാഹചര്യം ഞങ്ങൾ ഉണ്ടാക്കുകയാണ്. ഞാൻ ലഹരി ഉപയോഗിക്കില്ല എന്ന് ഒപ്പിട്ട് നൽകുന്ന ഒരു വ്യവസ്ഥ ഇപ്പോൾ തന്നെ ഉണ്ട്. ലോകത്തിലെ മൾട്ടിനാഷണൽ കമ്പനികളും ഇത്തരം നിയമങ്ങൾ നടപ്പാക്കുന്നുണ്ട്. എന്നാൽ സ്വകാര്യ ചാരിറ്റബിൾ മേഖലയിലെ തൊഴിലിടങ്ങളിൽ ഇത്തരം ഒരു ലഹരി വിരുദ്ധ സമീപനം ഇതുവരെ വന്നിട്ടില്ല. ലഹരി ഉപയോഗിച്ചാൽ സ്വന്തം ജോലി പോകുമെന്നുള്ള ഭയവും നിയമപരമായ ചട്ടക്കൂടി ഇല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും പലരും ഇതിൽ കുടുങ്ങിപ്പോകുന്നത്. ആ സാഹചര്യം നമുക്ക് മാറ്റണം. ഒരിക്കൽ ലഹരി ഉപയോഗം തെളിഞ്ഞാൽ ജോലി നഷ്ടപ്പെടുമെന്ന സാഹചര്യം വന്നാൽ അത് പലരെയും ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സഹായിക്കും. അങ്ങനെ ഒരു തീരുമാനം സ്വന്തം സ്ഥാപനത്തിൽ കൊണ്ടുവരാൻ മാനേജ്മെന്റുകൾ ധൈര്യം കാണിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ജീവൻ രക്ഷിക്കേണ്ട ആശുപത്രികളുടെ കാര്യത്തിൽ. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് കാരിത്താസ് വിപ്ലവകരമായ തീരുമാനമെടുത്തിരിക്കുന്നു. ഓപ്പറേഷൻ തുഫാൻ ഷീൽഡ് നടപ്പാക്കാനുള്ള തീരുമാനമെടുത്തത് ബഹുമാനപ്പെട്ട ബിനു കുന്നത്തച്ഛനെയും ഇവിടുത്തെ മാനേജ്മെന്റിനെയും ഹാർദവമായി അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ ജോലി ചെയ്യുക, ആരോഗ്യത്തോടെ ജീവിക്കുക എന്നുള്ളതാണ് തുഫാൻ ഷീൽഡിന്റെ ലക്ഷ്യം. അതിന്റെ മറവിൽ ലഹരിയുടെ കാരിയേഴ്സ് ആകാനോ ഉപയോഗിക്കാനോ ആരെയും നമ്മൾ അനുവദിക്കില്ല. തൊഴിലിടങ്ങളിലെ ജീവനക്കാരെയും സംരക്ഷിക്കുന്ന വലിയ ഉത്തരവാദിത്വം ഇന്ന് ആരംഭിക്കുന്ന ഈ കാരിത്താസിന്റെ മണ്ണിൽ നിന്ന് കേരള ഗവൺമെന്റ് ആരംഭിക്കുക. തുഫാൻ ഷീൽഡിന്റെ ഭാഗമായി HR വഴി നടപ്പാക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ പോളിസിയാണ് പ്രൊജക്ട് ഓഡ, പ്രിവെൻഷൻ ഓഫ് ഡ്രഗ്സ് അബ്യൂസ് എന്ന ഈ പദ്ധതി മയക്കുമരുന്നിൽ നിന്ന്, ലഹരിയിൽ നിന്നും നമ്മുടെ പുതിയ തലമുറയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. ഡോക്ടർമാരുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്നും മരുന്നുകൾ കൊടുക്കാൻ പാടില്ല, വാങ്ങാനും പാടില്ല. മയക്കുമരുന്ന് സ്വഭാവമുള്ള മരുന്നുകൾ ഇപ്പൊ മയക്കുമരുന്ന് കിട്ടാതായപ്പോൾ ക്യാൻസറിന് കുത്തിവെക്കുന്ന മരുന്ന് കുത്തിവെക്കുന്ന ജനങ്ങളെ കണ്ടുപിടിച്ചു, പോലീസ് കണ്ടുപിടിച്ചു. സ്ഥലമൊന്നും ഞാൻ പറഞ്ഞില്ല. എന്നാലോചിച്ച് നോക്കാം. ക്യാൻസറിന് കുത്തിവെക്കുന്ന മരുന്ന് ലഹരി മരുന്ന് കിട്ടാത്തതുകൊണ്ട് കുത്തിവെച്ച് 3 പേരെ കഴിഞ്ഞ ദിവസം കണ്ടെത്തുകയുണ്ടായി. മെഡിക്കൽ ഷോപ്പുകളിലുള്ള ഇത്തരം മരുന്നുകൾ ദുരുപയോഗം ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കില്ല. മെഡിക്കൽ ഷോപ്പുകൾ പ്രവർത്തിക്കേണ്ടത് നിയമപരമായിട്ടായിരിക്കും. വൈകുന്നേരങ്ങളിൽ ഫാർമസിസ്റ്റ് ഇല്ല മെഡിക്കൽ ഷോപ്പിൽ. ആ സമയം നോക്കി ക്യാൻസറിന്റെ മരുന്ന് ചെല്ലുന്നവർക്ക് എഴുതി കൊടുക്കുന്നവർ സൂക്ഷിക്കണം. അതൊന്നും ഒരിക്കലും അനുവദിക്കാൻ പോകുന്നില്ല. ഓപ്പറേഷൻ തുഫാൻ നിങ്ങളുടെ പിന്നാലെ ഉണ്ടാകും. ആ നിലയിലുള്ള പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചേക്കണം. അതുപോലെയാണ് ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞു, ഓട്ടോറിക്ഷയിൽ ചില ആളുകൾ, എന്തിനേറെ നമ്മുടെ ആംബുലൻസിൽ ചില രോഗി പോലുമില്ല, ആരുമില്ല, ഫോണടിച്ച് ലൈറ്റിട്ട് മയക്കുമരുന്ന് കൊണ്ടുപോകുന്ന 4 സ്ഥലങ്ങളിലാണ് പിടിച്ചത്. അപ്പോൾ കേരള പോലീസിന്റെ കണ്ണ് എല്ലായിടത്തുമുണ്ട്. ഓപ്പറേഷൻ തുഫാന്റെ കണ്ണ് എല്ലായിടത്തുമുണ്ട്. ഇത് കണ്ണ് വെട്ടിച്ച് ചെറുപ്പക്കാരികളെയും വിദ്യാർത്ഥികളെയും വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്ന ഒരാളെയും ഞങ്ങൾ പോലീസ് വെറുതെ വിടില്ല, ശക്തമായി തന്നെ നേരിടും. ഓപ്പറേഷൻ തുഫാൻ എന്ന ഈ മഹാദൗത്യത്തിൽ പങ്കെടുക്കാൻ മുന്നോട്ട് വന്ന കാരിത്താസിനോടും ഇവിടുത്തെ ജീവനക്കാരോടും മാനേജ്മെന്റിനോടും ജ്ഞാനായ സഭയോടും കേരള ഗവൺമെന്റിന്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ
ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു. നമസ്കാരം. ജയ്.